നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 വൃശ്ചിക മാസം 7-ാം തീയതി ഞായറാഴ്ച, അതായത് 2025 നവംബർ മാസം 23-ാം തീയതി ഞായറാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ ഞായറാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:27, അസ്തമയം വൈകിട്ട് 5:55. നാളത്തെ ദിനം ഞായറാഴ്ചയാണ്. രാഹുകാലം നിങ്ങൾക്കറിയാം, വൈകിട്ട് 4:30 മുതൽ 6 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രം വെളുത്ത പക്ഷത്തിലെ മൂലമാണെങ്കിൽ പ്രായണ ബലവാനായി നാം പറയും. കറുത്ത പക്ഷത്തിലെ മൂലത്തിന് കാലുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ടാകും. വെളുത്ത പക്ഷത്തിലെ മൂലം പ്രായണ അനുകൂലമായ ശുഭകാര്യങ്ങൾക്ക് സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു. അത് ചോറൂൺ നാളിലൊക്കെ വിശേഷപ്പെട്ട് പറഞ്ഞ നക്ഷത്രമാകുന്നു. നാളെ മൂലം 32 നാഴികയുണ്ട്. അതിനാൽ സർപ്പക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണമാണ്. സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി വഴിപാടായി സമർപ്പിക്കുക. നാഗങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുന്ന വഴിപാടുകളൊക്കെ ഉണ്ട്. മലബാറിൽ ഉത്സവത്തിൻ്റെ സമയം സമാഗതമായി കഴിഞ്ഞിരിക്കുന്നു. നാളത്തെ നക്ഷത്രം മൂലമാണ്, ശുഭനക്ഷത്രമാണെന്ന് പറഞ്ഞു. വെളുത്ത പക്ഷത്തിലെ തൃതീയ തിഥിയാണ്. ചന്ദ്രൻ ബലവാനായി വരികയാണ്. എങ്കിലും മൂലം നക്ഷത്രം വാങ്ങാനും കൊടുക്കാനും പറ്റാത്തൊരു നക്ഷത്രമാകുന്നു. കൃത്രിക ഭാഗ്യ മൂലാശ്ച മകാ ചിത്രാച്ച രേവതി ആദാതവ്യം ന ദാതവ്യം. കൃത്രിക എന്നാൽ കാർത്തിക, ഭാഗ്യം എന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി, ഈ 6 നക്ഷത്രങ്ങൾ ആദാതവ്യം ന ദാതവ്യം, വാങ്ങാനും കൊടുക്കാനും പാടില്ല. തൽ ശേഷന്തു വിനശ്യതി, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്ന് പറയപ്പെടുന്നു. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് യാത്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് സഞ്ചരിക്കണമെങ്കിൽ കാലത്ത് 7:30 മുതൽ 8 മണി വരെയുള്ള സമയവും 11:30 മുതൽ 12 വരെയുള്ള സമയവും ആരംഭത്തിന്, ശുഭാരംഭത്തിന് അനുകൂലമാണെന്ന് അറിയുക. ഞാൻ പറഞ്ഞു, നാഗക്ഷേത്ര ദർശനം ചെയ്യുക. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന പ്രാർത്ഥനയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം പോസിറ്റീവ് വൈബ്രേഷൻ, ഊർജ്ജത്തെ പ്രദാനം ചെയ്യുന്നതാണ്. നന്ദി, നമസ്തേ.